ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വാനില ഐസ്ക്രീമാണ്. 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കാം. വാനില കസ്റ്റർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും ലംസ് ഒന്നും പാടില്ല. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കസ്റ്റർഡ് മിശ്രിതം ചേർക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ബൗളിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ്. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലും അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ തണുപ്പിച്ച് വെച്ച കസ്റ്റർഡ് മിശ്രിതം ചേർക്കാം. നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കണ്ടെയ്നറിലേക്ക് ആക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പോളിത്തീൻ കവറിട്ട് മൂടിയിട്ട് അടച്ചു വെക്കാം. ഇത് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീസറിൽ ഒരു 4 മണിക്കൂർ വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം കുറച്ചൊന്ന് ഐസ്ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ബൗളിലേക്കിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലും അടിക്കാവുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അത് നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ച് പോളിത്തീൻ കവറിട്ട് മൂടി ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണത്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. 2 സ്കൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് അലങ്കരിക്കാം. ഇപ്പോൾ നമ്മളുടെ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.